ഹലോ എവറി വൺ. അപ്പോൾ നമ്മുടെ ബിസിനസ് റെഗുലേഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 5 മാർക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽസ്. എന്താ ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 2002 എന്ത് വന്നിട്ടുണ്ടായിരുന്നു? അമെൻമെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ അമെൻമെൻറ്റ് വന്നപ്പോഴാണ് അവിടെ എന്തിനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നത്? ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നത് ഡിസ്ട്രിക്ട് ലെവൽസിൽ. അപ്പോൾ 2002 നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 2002 അമെൻമെൻറ്റ് വന്നപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു പ്രൊവിഷൻ ആയിരുന്നു ഡിസ്ട്രിക്ട് ലെവലിൽ നമ്മുടെ ഈ ഒരു ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. ഇനി ഈ ഒരു ഡിസ്ട്രിക്ട് കൺസ്യൂമർ കൗൺസിലിൽ ആരൊക്കെയുണ്ട്, എത്ര മെമ്പേഴ്സ് അല്ലെങ്കിൽ ആരൊക്കെയാണുള്ളത്? അതിലൊരു ചെയർമാൻ ഉണ്ടായിരിക്കും. ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ കളക്ടർ ആരാണോ ആ കളക്ടർ ആയിരിക്കും നമ്മുടെ ഈ ഒരു കൗൺസിലിലെ ചെയർമാൻ ആയിട്ട് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഒഫീഷ്യലായ മെമ്പേഴ്സും ഉണ്ടായിരിക്കും, നോൺ ഒഫീഷ്യലായ മെമ്പേഴ്സും നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് അവരും മെമ്പേഴ്സായിട്ട് ഉണ്ടായിരിക്കും. ആ മെമ്പേഴ്സിന് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ചെയർമാനും ഉണ്ടായിരിക്കും, ഒഫീഷ്യൽ ആൻഡ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും കൺസ്യൂമേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട്. ഇവരെ ആരാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്തിനാണ് ഡിസ്ട്രിക്ട് കൗൺസിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ സെക്ഷൻ 6 കൺസ്യൂമേഴ്സിനുള്ള റൈറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്ന റൈറ്റ്സിനെ എല്ലാം തന്നെ പ്രൊമോട്ട് ചെയ്യാനും ഡിസ്ട്രിക്ട് ലെവലിൽ പ്രൊമോട്ട് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഈ ഒരു ഡിസ്ട്രിക്ട് കൺസ്യൂമർ കൗൺസിൽ ഉള്ളത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്ന് ക്ലിയർ ആയില്ലേ? ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണത് എക്സ്പ്ലെയിൻ ഫീച്ചേഴ്സ് ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. നമുക്ക് LLP എന്ന് പറയാം. LLPയുടെ ഫീച്ചേഴ്സാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ ഫീച്ചേഴ്സാണുള്ളത് LLPക്ക്? LLP എന്ന് പറയുന്നത് ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് എന്തുണ്ടായിരിക്കും? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും. പാർട്ട്നേഴ്സിൽ നിന്ന് അതിന് വേറൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ LLPക്ക് എന്തുണ്ടായിരിക്കും? പെർപ്പച്വൽ സക്സഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ LLP എന്ന് പറയുന്നത് ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പാർട്ട്നേഴ്സിൽ നിന്ന് എന്തുണ്ടായിരിക്കും? ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പെർപ്പച്വൽ സക്സഷൻ ഉണ്ടായിരിക്കും. ഏതൊരു ഇൻഡിവിജ്വലിനും ബോഡി കോർപ്പറേറ്റിന് വേണമെങ്കിലും LLPയിലെ പാർട്ട്നേഴ്സ് ആവാം കേട്ടോ. ഏത് ഇൻഡിവിജ്വലിനും ഏത് ബോഡി കോർപ്പറേറ്റിനും എന്താവാം? LLPയിലെ പാർട്ട്നേഴ്സ് ആവാം. അതുപോലെ തന്നെ 2 അതിൽ കൂടുതലോ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ലോഫുൾ ബിസിനസ് എന്തായിരിക്കണം? ലോഫുൾ ബിസിനസ് നടത്തണം എന്നുണ്ടെങ്കിൽ ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻ്റ് സൈൻ ചെയ്ത് രജിസ്ട്രാറുടെ അടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് സ്റ്റാർട്ട് ചെയ്യാം? LLP ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പാർട്ട്നേഴ്സിന് അവർക്ക് എന്തോരം മ്യൂച്വൽ റൈറ്റ്സ് ഉണ്ട്, അവരുടെ ഒബ്ലിഗേഷൻസ്, ഷെയർസ്, ഇതൊക്കെ അവർക്ക് തന്നെ എഗ്രിമെൻ്റ് ആക്കാം. അതായത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് എഗ്രിമെൻ്റ് ആക്കാം. ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് വെക്കാം. അതായത് അവരായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടില്ല, എത്രത്തോളം റൈറ്റ് ഉണ്ട്, എത്രത്തോളം ഷെയർസ് ഉണ്ട്, എത്രത്തോളം ഒബ്ലിഗേഷൻസ് ഉണ്ടെന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ആക്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പ്രൊവിഷൻസ് ഉണ്ട്. ഇങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടതെന്ന്. ആ പ്രൊവിഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനായിരിക്കും എല്ലാ ലയബിലിറ്റിയും, നമ്മുടെ അസറ്റ്സ് ഉണ്ടാവില്ലേ, നമ്മുടെ അസറ്റ്സിൻ്റെ എല്ലാ ലയബിലിറ്റിയും ആർക്കായിരിക്കും? ഈ പാർട്ട്ണർഷിപ്പിനായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ എല്ലാ LLPയിലും അറ്റ്ലീസ്റ്റ് 2 ഇൻഡിവിജ്വൽസ് എങ്കിലും വേണം. അവർ ഡെസ്റ്റിനേറ്റഡ് പാർട്ട്നേഴ്സായിട്ട് 2 ഇൻഡിവിജ്വൽസ് എങ്കിലും, എല്ലാ LLPയിലും ഡെസ്റ്റിനേറ്റഡ് പാർട്ട്നേഴ്സായിട്ട് എന്ത് വേണം? 2 ഇൻഡിവിജ്വൽസ് എങ്കിലും വേണം. അതിലൊരു ഇൻഡിവിജ്വൽ എന്തായിരിക്കണം? നമ്മുടെ ഇന്ത്യയിലെ റെസിഡൻ്റ് ആയിരിക്കണം. 2 ആവണമെന്ന് പറയുന്നില്ല, ഒരാളെങ്കിലും നമ്മുടെ ഇന്ത്യയിലെ റെസിഡൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് എന്തെങ്കിലും നമ്മുടെ കമ്പനി അഫയേഴ്സിലൊരു ചെറിയൊരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം? ഇൻസ്പെക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ കമ്പനിയിലെ അഫയേഴ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം? ഇൻസ്പെക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഫേം, പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ ഒരു അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനിക്കൊക്കെ എന്താവാനായിട്ട് പറ്റും? പിന്നീട് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്
പാർട്ട്ണർഷിപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ആർക്കൊക്കെയാണ് പറ്റുന്നത്? ഫേം, പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനിക്കൊക്കെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മുടെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിനുള്ളത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ സ്റ്റേറ്റ് കമ്മീഷൻ. എന്താ സ്റ്റേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റീഡ്രസൽ കമ്മീഷനാണ് സ്റ്റേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റീഡ്രസൽ കമ്മീഷനാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ് കമ്മീഷനിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കും. ആ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്ന പേഴ്സൺ ഒന്നെങ്കിൽ ഓൾറെഡി ഇപ്പോൾ ഹൈക്കോർട്ടിലുള്ള ജഡ്ജായിരിക്കണം, അല്ലെങ്കിൽ ആദ്യം ആയിരുന്ന ജഡ്ജായിരിക്കണം. അങ്ങനെയുള്ള ഹൈക്കോടതി ജഡ്ജസിന് മാത്രമാണ് പ്രസിഡൻ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. അത് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പിന്നെ 2 മെമ്പേഴ്സ് കൂടി വേണം. അതിൽ ഒന്ന് ആരായിരിക്കണം? ഒരു വുമൻ ആയിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് പ്രസിഡൻ്റാണ് വേണ്ടത്. പ്രസിഡന്റ് ഹൈക്കോർട്ടിൽ ഓൾറെഡി ഇപ്പോൾ ഉള്ള അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു ജഡ്ജായിരിക്കണം. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പിന്നെ 2 മെമ്പേഴ്സ് കൂടി വേണം. അതിലൊരാൾ വുമൺ ആയിരിക്കണം. എന്തൊക്കെ ഉണ്ടായിരിക്കണം? എബിലിറ്റിയും ഇൻറ്റഗ്രിറ്റിയും സ്റ്റാൻഡിങ്ങും ആഡിക്വേറ്റ് നോളജും എക്സ്പീരിയൻസും എല്ലാം ഉള്ള ഒരു മെമ്പർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഈ അപ്പോയിൻറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിൻ്റെ കാലാവധി, അവർക്ക് ആ ഒരു ഓഫീസ്, സ്റ്റേറ്റ് കമ്മീഷൻ്റെ ഓഫീസ് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള പീരീഡ് എന്ന് പറയുന്നത് 5 years ആണ്. അല്ലെങ്കിൽ ഒരു 67 ഏജ് വരെ അവർക്ക് ഹോൾഡ് ചെയ്യാം. ഇതിലേതാണോ ആദ്യം വരുന്നത്? ഇപ്പോൾ 67 ആവാണ്, 5 yearsന് മുന്നേ 67 ആവുകയാണെങ്കിൽ അവിടെ വെച്ച് നമ്മൾ ഓഫീസ് എന്ത് ചെയ്യണം? ഇതാക്കി വിടണം. അതല്ല 5 years ആവുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം, വാക്കൻ്റ് ആയി കൊടുക്കണം നമ്മൾ. ഓക്കെ അല്ലേ? ഇതിൽ ഏതാണോ ആദ്യം അത് ചെയ്യണം. റീ അപ്പോയിൻമെൻറ്റ് എന്തല്ല, പോസിബിൾ അല്ല. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെയാണ് ഇവർക്കുള്ള ഈ മെമ്പേഴ്സിനുള്ള സാലറിയും ഹോണററിയും അലവൻസസ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ് കമ്മീഷൻ ഓക്കെ അല്ലേ? സ്റ്റേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റീഡ്രസൽ കമ്മീഷൻ ആണെന്നും ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഓക്കെ ആയി, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ 5 മാർക്കിൻ്റെ പോർഷൻസ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ 2 മാർക്ക് കഴിഞ്ഞു ബിസിനസ് റെഗുലേഷൻ ഓൾറെഡി. ഇപ്പോൾ ദേ 5 മാർക്കും കഴിഞ്ഞു. ഇനി എസ് എ കൂടിയേ ഉള്ളൂ. എസ് എ ടോപ്പിക് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് റെഗുലേഷൻസ് ഏകദേശം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ കവർ ചെയ്തു എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിൽ എസ് എ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് യൂസ്ഫുൾ ആണ്, വീഡിയോ യൂസ്ഫുൾ ആയി. ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ നോട്ട്സൊക്കെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിലും ജോയിൻ ചെയ്തോളാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും കേട്ടോ.